ഹലോ ഗായ്സ്, പൂപ്പീസ് വീടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ശബരിമല സീസൺ ആയതുകൊണ്ട് മിക്ക വീടുകളിലും പച്ചക്കറി ആയിരിക്കും. അപ്പോൾ എല്ലാവരും പച്ചക്കറിയൊക്കെ കൂട്ടി മടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് പച്ചക്കറി കൂട്ടുന്നവർക്കും അല്ലാത്തവർക്കും വേണ്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റംസ് ആട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പപ്പടം, വളരെ കുറച്ച് വെജിറ്റബിൾസും മതി കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് 2 ചെറിയ ക്യാരറ്റും, ഒരു ഹാഫ് പീസ് പൊട്ടാറ്റയും, ഒരു ഉള്ളി, പിന്നെ നമ്മുടെ മല്ലിച്ചപ്പ്, പുതിന, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലെ ഉള്ളി മാത്രം ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്യാം കേട്ടോ. അങ്ങനത്തെ ഉള്ളി വളരെ ചെറുതാക്കി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. പൊട്ടാറ്റോയും ക്യാരറ്റും ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് വളരെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ഏകദേശം ചൂടായപ്പോൾ ഞാനിതാ 1.5 സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പൊട്ടാറ്റോയും ക്യാരറ്റും പച്ചമുളകും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി എരിവിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും, വളരെ കുറച്ച് മുളക് പൊടിയും, ഒരു 1/4 സ്പൂൺ ഗരം മസാലയും, ഒരു 1/4 സ്പൂൺ കുരുമുളകും ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇറക്കാൻ നേരത്ത് നമുക്ക് മല്ലിച്ചപ്പും പുതിനയും ചെറുതാക്കി അരിഞ്ഞിട്ട് അതിൽ ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഗ്രേവി വെന്ത് സെറ്റായിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഇറക്കി വെക്കാൻ പോവാണ്. ഇനി ഞാനിതാ ഒരു പപ്പടം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ ഇതിന് കുറച്ച് ഗ്രേവി ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നമ്മൾ അട മടക്കുന്നത് പോലെ ഇത് മടക്കിയെടുക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാണ്. ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മൊത്തത്തിലും ഇങ്ങനെ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ എല്ലാം ചെയ്ത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. അതിനിതാ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലവണ്ണം ചൂടായപ്പോൾ നമുക്ക് പപ്പടം പൊരിച്ചെടുക്കുന്ന പോലെ ഞാനിത് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതെല്ലാം മൊത്തത്തിൽ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഫില്ല് ചെയ്ത ഗ്രേവിക്ക് ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇത് കൂട്ടി നമുക്ക് ചോറൊക്കെ കഴിക്കാം. കറിയുടെ ആവശ്യമില്ല. നമ്മൾ കുറച്ച് കറിവേപ്പിനും കൂടെ ഇതിൽ വിതറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. ഇത് ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും ബെറ്റർ. ഇത് ചായക്കടിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്.